ജീവൻ മുക്തി വിവേകം രണ്ടാം അധ്യായം വാസനാക്ഷയ പ്രകരണം. ഓഡിയോ ബുക്ക് തുടരുന്നു. സാധനത്രയം. ജീവൻ മുക്തി പ്രമാണവും സ്വരൂപവും നാം വിവരിച്ചുവല്ലോ. ഇനി ജീവൻ മുക്തി നേടാനുള്ള ഉപായം വിവരിക്കാം. തത്വജ്ഞാനം, മനോനാശം, വാസനാക്ഷയം, ഇങ്ങനെ മൂന്നാണ് ജീവൻ മുക്തിക്കുള്ള ഉപായം. വാസിഷ്ഠം ഉപശമപ്രകരണത്തിൻ്റെ അവസാനം വസിഷ്ഠൻ രാമനോട് ഇക്കാര്യം സ്പഷ്ടമായി പറയുന്നുമുണ്ട്. വാസനാക്ഷയ വിജ്ഞാന മനോനാശ മഹാമതേ സമകാലം ചിരാഭ്യസ്ത ഭവന്തി ഫലദായിനഃ. വാസനാക്ഷയം, തത്വവിജ്ഞാനം, മനോനാശം എന്നിവ ഒരേ സമയത്ത് ദീർഘകാലം അഭ്യസിക്കുകയാണെങ്കിൽ ലക്ഷ്യപ്രാപ്തി കൈവരുന്നതാണ്. ഇവ മൂന്നും സമകാലം ആവർത്തിച്ച് അഭ്യസിക്കാത്തിടത്തോളം വർഷശതങ്ങൾ കൊണ്ടും ജീവൻ മുക്തി ലഭിക്കുന്നതുമല്ല. വളരെ പ്രയത്നം ചെയ്ത് ഇവയിൽ ഓരോന്നോരോന്നായി ശീലിക്കാമെന്ന് വെച്ചാൽ അതൊരിക്കലും ഫലം ഉളവാക്കുകയില്ല. കൂട്ടിക്കലർത്തി ഉരുവിടേണ്ട മന്ത്രങ്ങളെ അല്പാൽപമായി പലതവണ കൊണ്ട് ചൊല്ലിത്തീർത്താൽ പ്രയോജനമുണ്ടാകാതിരിക്കുന്നത് പോലെ സന്ധ്യാവന്ദന സമയത്ത് ആപോഹിഷ്ഠ എന്ന് തുടങ്ങി 3 ഋക്കുകൾ ഒത്തുചേർന്ന് ജപിക്കണമെന്നാണ് നിയമം. ഇവയിൽ ഒരെണ്ണം ഒരു ദിവസം, മറ്റൊന്ന് വേറൊരു ദിവസം, ഇങ്ങനെ ഓരോന്നോരോന്ന് മാറ്റി മാറ്റി ജപിക്കുകയാണെങ്കിൽ സന്ധ്യാവന്ദന ഫലം ലഭിക്കുന്നതല്ല. അതുപോലെ ഷഡംഗങ്ങൾ പൂർണ്ണമാക്കേണ്ട മന്ത്രങ്ങളിൽ ഓരോ ദിവസം ഓരോന്നുരുവിട്ടതുകൊണ്ട് ഫലമുണ്ടാകുന്നതല്ല. ലോകത്തിൽ കറിയും ചോറും ഭക്ഷിക്കേണ്ടിടത്ത് കറിയോ ചോറോ മാത്രം ഭക്ഷിച്ചാൽ അത് ഭക്ഷണമാകയില്ലല്ലോ. ഒരുമിച്ചുള്ള ചിരാഭ്യാസ ഫലമോ? വസിഷ്ഠൻ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു. ത്രിഭിരേതൈശ്ചിരാഭ്യസ്തൈർഹൃദയഗ്രന്ഥയോ ദൃഢാഃ നിസ്സംഗമേവ തൃപ്യന്തി ബിസച്ഛേദാത് ഗുണാ ഇവ. ഈ മൂന്നും ഒരുമിച്ച് ചിരകാലം അഭ്യസിക്കണം. അതോടെ ഉറപ്പുള്ള ഹൃദയഗ്രന്ഥികൾ താമരവളയങ്ങൾ എന്ന പോലെ പൊട്ടിത്തകരും, സംശയിക്കാനേയില്ല. കഴിഞ്ഞുപോയ അനേക ജന്മങ്ങൾ കൊണ്ട് സമാർജിച്ചതാണ് ഇന്നത്തെ സംസാരബന്ധം. അത് ചിരാഭ്യാസം കൊണ്ടല്ലാതെ ക്ഷയിക്കുകയില്ല. ഇവ ഓരോന്നായി അഭ്യസിച്ചാൽ ഫലമില്ലെന്നു മാത്രമല്ല, അവയുടെ സ്വരൂപം തന്നെ വെളിപ്പെട്ട് കിട്ടുന്നതല്ല. തത്വജ്ഞാനം, മനോനാശം, വാസനാക്ഷയം എന്നിവ ഓരോന്നും മറ്റോരോന്നിൻ്റെയും അഭ്യാസത്തെ സഹായിക്കുന്നു എന്നോർക്കണം. ഇവ മൂന്നിൽ ഈ 2 ഒരുമിച്ചു ചേരുന്നതോടെ 3 ദ്വന്ദ്വങ്ങൾ ആവിർഭവിക്കുന്നു. മനോനാശ വാസനാക്ഷയ ദ്വന്ദ്വം. ഇവയിൽ മനോനാശ വാസനാക്ഷയങ്ങൾ പരസ്പര പോഷകങ്ങളായി ഭവിക്കുന്നു. മനസ്സ് ശമിക്കുന്നതുവരെ വാസന ക്ഷയിക്കുകയില്ല. വാസന ക്ഷയിക്കുന്നതുവരെ ചിത്തം ശമിക്കുകയുമില്ല. എന്താണ് ഈ മനസ്സ്? അന്തഃകരണമായി പരിണമിച്ചിരിക്കുന്ന സൂക്ഷ്മ ജഡസംഘാതം. മനനം ചെയ്യാൻ അഥവാ വിചാരം ചെയ്യാൻ കഴിവുള്ളതുകൊണ്ട് ഇതിനെ മനസ്സെന്ന് വിളിക്കുന്നു. ഇത് ദീപജ്വാലാ സമൂഹമെന്ന പോലെ ഇന്ധന ലാഭത്തിൻ്റെ ക്രമമനുസരിച്ച് വികസിക്കാനും ചുരുങ്ങാനും കഴിവുള്ളതാണ്. ഒരിക്കൽ കൂടി വായിക്കാം. ഈ മനസ്സ് ദീപജ്വാലാ സമൂഹമെന്ന പോലെ ഇന്ധന ലാഭത്തിൻ്റെ ക്രമമനുസരിച്ച് വികസിക്കാനും ചുരുങ്ങാനും കഴിവുള്ളതാണ്. വിചാരവികാര രൂപമായ ഇന്ധനം കൊണ്ട് പെരുകി ഇത് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ മനസ്സിൻ്റെ നാശമെന്നാൽ എന്താണ്? സങ്കല്പ വികാര രൂപത്തിലുള്ള പരിണാമം ഉപേക്ഷിച്ചിട്ട് അവ
തടയപ്പെട്ടാൽ ഉണ്ടാകുന്ന പരിണാമദശയിൽ വർത്തിക്കലാണ് മനോനാശം. സങ്കല്പ വികാര രൂപത്തിലുള്ള പരിണാമം ഉപേക്ഷിച്ചിട്ട് അവ തടയപ്പെട്ടാൽ ഉണ്ടാകുന്ന പരിണാമദശയിൽ വർത്തിക്കലാണ് മനോനാശം. പതഞ്ജലി യോഗസൂത്രത്തിൽ ഇക്കാര്യം ഇങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. വ്യുത്ഥാന നിരോധ സംസ്കാരയോരഭിഭവ പ്രാദുർഭാവോ നിരോധക്ഷണ ചിത്താന്വയോ നിരോധ പരിണാമഃ. മനസ്സിൻ്റെ സങ്കല്പ വികാരങ്ങൾ പൊന്തി വരുന്നതാണ് വ്യുത്ഥാനം. അവയെ പൊന്തിവരാൻ അനുവദിക്കാതെ തടയുന്നതാണ് നിരോധം. വ്യുത്ഥാന സംസ്കാരം തടയപ്പെടുന്നതോടെ നിരോധ സംസ്കാരം അനുഭവഗോചരമാകും. ചിത്തം ഈ നിരോധ സംസ്കാരത്തിൽ തന്നെ തുടർന്ന് നിലനിൽക്കാൻ ഇടയാകുന്ന അനുഭവദശയാണ് നിരോധ പരിണാമം. സങ്കല്പ വികാരങ്ങളെ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സംസ്കാരം പോയി സങ്കല്പ വികാരങ്ങൾ തടയപ്പെട്ടാലുണ്ടാകുന്ന സംസ്കാരം അനുഭവിക്കാൻ തുടങ്ങി. ഇതാണ് മനോനാശം. ഒരിക്കൽ കൂടി, വ്യുത്ഥാന സംസ്കാരം തടയപ്പെടുന്നതോടെ നിരോധ സംസ്കാരം അനുഭവഗോചരമാവും. ചിത്തം ഈ നിരോധ സംസ്കാരത്തിൽ തന്നെ തുടർന്ന് നിലനിൽക്കാൻ ഇടയാകുന്ന അനുഭവദശയാണ് നിരോധ പരിണാമം. സങ്കല്പ വികാരങ്ങളെ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സംസ്കാരം പോയി സങ്കല്പ വികാരങ്ങൾ തടയപ്പെട്ടാലുണ്ടാകുന്ന സംസ്കാരം അനുഭവിക്കാൻ തുടങ്ങി. ഇതാണ് മനോനാശം. ഇനി എന്താണ് വാസന? വീണ്ടു വിചാരം കൂടാതെ പെട്ടെന്ന് കാമക്രോധാദി ചിത്തവൃത്തികളെ ഉണ്ടാക്കുന്ന ചിത്തസംസ്കാരമാണ് വാസന. മുൻപ് പരിശീലിപ്പിച്ചുറപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് അതിനെ വാസന എന്ന് വിളിക്കുന്നത്. ഈ വാസനയെ ക്ഷയിപ്പിക്കുന്നത് എങ്ങനെയാണ്? കാമക്രോധാദികൾ ജഡധർമ്മങ്ങളാണെന്നും ജഡധർമ്മങ്ങളാണെന്നും നിത്യചേതനമായ ആത്മാവിനെ കണ്ടെത്തുകയാണ് ജീവിത ലക്ഷ്യം എന്നുള്ള വിവേകം ഉറയ്ക്കണം. കാമക്രോധാദികൾ ജഡധർമ്മങ്ങളാണെന്നും നിത്യചേതനമായ ആത്മാവിനെ കണ്ടെത്തുകയാണ് ജീവിത ലക്ഷ്യം എന്നും ഉള്ള വിവേകം ഉറയ്ക്കണം. അതോടെ മനസ്സിന് ശാന്തിയും ഇന്ദ്രിയങ്ങൾക്ക് അടക്കവും വന്നു ചേരും. എന്തും ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് സ്വായത്തമാവും. ഈ ശുഭവാസനകൾ ദൃഢപ്പെടുന്നതോടെ പിന്നെ പുറമേ വേണ്ടത്ര കാരണമുണ്ടായാൽ പോലും കാമക്രോധാദി വികാരങ്ങൾ ഉണ്ടാകുന്നതല്ല. ഇതാണ് വാസനാക്ഷയം. മനോനാശം വന്നില്ലെങ്കിൽ കൂടെ സങ്കല്പങ്ങൾ പൊന്തിക്കൊണ്ടിരിക്കും. അങ്ങനെയായാൽ പുറമെ കാരണമുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാതെ കാമക്രോധാദി വികാരങ്ങളിൽ പെട്ടുപോയെന്ന് വരാം. അപ്പോൾ വാസനാക്ഷയം കൈവന്നില്ലെന്നു തീർച്ചയല്ലേ? വാസന ക്ഷയിക്കാതിരുന്നാൽ അതുപോലെ മനോസങ്കല്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതുകൊണ്ട് മനോനാശവും സംഭവിക്കുന്നതല്ല. തത്വജ്ഞാന മനോനാശദ്വന്ദ്വം. തത്വജ്ഞാനമുണ്ടാകുന്നതുവരെ ചിത്തം ശമിക്കുകയില്ല. ചിത്തം ശമിക്കുന്നതുവരെ തത്വജ്ഞാനം ഉണ്ടാകുന്നതല്ല. ഇക്കാണുന്നതൊക്കെ ആത്മസ്വരൂപമാണ്. നാമരൂപങ്ങളായി കാണപ്പെടുന്ന പ്രപഞ്ചം കേവലം മായാമയം. സത്യത്തിൽ അതില്ലാത്തതാണ്. ഇപ്രകാരമുള്ള ദൃഢാനുഭവമാണ് തത്വജ്ഞാനം. ഈ തത്വജ്ഞാനം ഉണ്ടാകാത്തിടത്തോളം രൂപരസാദി വിഷയങ്ങൾ ഉള്ളവയായി തോന്നും. അവ സത്യമാണെന്നും തോന്നിയാൽ അവയെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സങ്കല്പങ്ങൾ തടയാനേ സാധ്യമല്ല. വിറകിട്ടുകൊണ്ടിരുന്നാൽ തീജ്വാല അടങ്ങുകയില്ല എന്ന് തീർച്ചയല്ലേ? ചിത്തം ശമിക്കാതിരിക്കുന്നിടത്തോളം സങ്കല്പങ്ങളിൽ കൂടി രൂപാദി വിഷയങ്ങൾ ഗ്രഹിക്കപ്പെടും. അപ്പോൾ ഇവിടെ ലേശം പോലും ഫലതില്ല എന്ന ഉപനിഷത്ത് പ്രഖ്യാപനം
യജമാനൻ കുശപ്പുല്ലാണ് എന്ന് പറയും പോലെ പ്രത്യക്ഷ വിരുദ്ധമായി തോന്നുകയും ചെയ്യും. ഒന്നുകൂടി വായിക്കാം. ചിത്തം ശമിക്കാതിരിക്കുന്നിടത്തോളം സങ്കല്പങ്ങളിൽ കൂടി രൂപാദി വിഷയങ്ങൾ ഗ്രഹിക്കപ്പെടും. അപ്പോൾ ഇവിടെ ലേശം പോലും ഫലതില്ല എന്ന ഉപനിഷത്ത് പ്രഖ്യാപനം യജമാനൻ കുശപ്പുല്ലാണ് എന്ന് പറയും പോലെ പ്രത്യക്ഷ വിരുദ്ധമായി തോന്നുകയും ചെയ്യും. അങ്ങനെയായാൽ അദ്വയ ബ്രഹ്മമാണ് വസ്തു എന്ന തത്വബോധം ഒരിക്കലും ഉണ്ടാകുന്നതല്ല. വാസനാക്ഷയ തത്വജ്ഞാന ദ്വന്ദ്വം. കാമക്രോധാദി വാസനകൾ നശിക്കാത്തിടത്തോളം ശമദമാദി സാധനകളിൽ സിദ്ധി വരുന്നതല്ല. ശമം മനസ്സിൻ്റെ ശാന്തിയും ദമം ഇന്ദ്രിയങ്ങളുടെ അടക്കവുമാണ്. ശമദമാദി സിദ്ധി കൊണ്ട് മാത്രമേ തത്വജ്ഞാനം ഉദയം ചെയ്യൂ. അദ്വിതീയ ബ്രഹ്മതത്വം സാക്ഷാത്കരിക്കപ്പെടുന്നതുവരെ കാമക്രോധാദി ഹേതുക്കളായ വിഷയങ്ങൾ സത്യമാണെന്നുള്ള തോന്നൽ നിലനിൽക്കും. അതുകൊണ്ട് വാസന ഒടുങ്ങുകയേയില്ല. ഇപ്പറഞ്ഞ 3 ദ്വന്ദ്വങ്ങളും പരസ്പര കാരണങ്ങളായി തീരുന്നതെങ്ങനെയെന്ന് വിവരിക്കാം. മനസ്സ് ശമിച്ചാൽ വാസനാസംവർദ്ധകങ്ങളായ ബാഹ്യനിമിത്തങ്ങൾ ഇല്ലാതാകും. അതോടെ വാസന ക്ഷയിക്കും. വാസന ക്ഷയിച്ചാൽ കാരണമില്ലാത്തതുകൊണ്ട് കാമക്രോധാദി ചിത്തവൃത്തികൾ ഉണ്ടാകാതിരിക്കുന്നതോടെ മനസ്സ് ശമിക്കുന്നു. ഇതാണ് പരസ്പര സാപേക്ഷമായ മനോനാശ വാസനാദ്വന്ദ്വം. സാമാന്യേന സാധന നിരൂപണം. ഏകാഗ്രപ്പെട്ട സൂക്ഷ്മബുദ്ധിക്കു മാത്രമേ ആത്മതത്വം ഗ്രഹിക്കാൻ പറ്റൂ എന്ന് ശ്രുതി ഘോഷിക്കുന്നു. ബുദ്ധിക്ക് കൂടുതൽ ആത്മൈക്യം അനുഭവിക്കാൻ വൃത്തിനാശ രൂപത്തിലുള്ള ഏകാഗ്രത ആവശ്യമാണെന്ന് ഇതുകൊണ്ട് സിദ്ധിക്കുന്നു. ആത്മദർശന രൂപത്തിലുള്ള തത്വജ്ഞാനം ലഭിക്കുന്നതോടെ ജഗത്ത് മിഥ്യയാണെന്ന് അനുഭവിക്കാൻ കഴിയും. മനുഷ്യൻ്റെ കൊമ്പിനെക്കുറിച്ചെന്ന പോലെ ഇല്ലാത്ത ജഗത്തിനെക്കുറിച്ച് പിന്നെ എന്ത് സങ്കല്പിക്കാനാണ്? ആത്മാവ് ദർശിക്കപ്പെടുന്നതുകൊണ്ടും പിന്നെ വിഷയസങ്കല്പങ്ങൾ ഉപയോഗശൂന്യങ്ങളായിത്തീരും. ആത്മാവ് ദർശിക്കപ്പെടുന്നതുകൊണ്ട് പിന്നെ വിഷയസങ്കല്പങ്ങൾ ഉപയോഗശൂന്യങ്ങളായിത്തീരും. അങ്ങനെ വിറകില്ലാത്ത അഗ്നിയെപ്പോലെ മനസ്സ് ഒടുങ്ങും. ഇതാണ് മനോനാശ തത്വജ്ഞാന ദ്വന്ദ്വം. തത്വജ്ഞാനം കാമക്രോധാദി വികാരങ്ങളെ ക്ഷയിപ്പിക്കുമെന്ന് ശ്രീ സുരേശ്വരാചാര്യൻ നൈഷ്കർമ്മ്യസിദ്ധി എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. രിപൗ ബന്ധൗ സ്വദേഹേ ച സമൈകാത്മ്യം പ്രപശ്യതഃ വിവേകിനഃ കുതഃ കോപഃ സ്വദേഹാവയവേഷ്വിവ. നൈഷ്കർമ്മ്യസിദ്ധി 2:18. ശത്രുവിലും ബന്ധുവിലും സ്വദേഹത്തിലും ഒരേ ആത്മതത്വം ദർശിക്കുന്ന വിവേകിക്ക് കോപം എങ്ങനെയുണ്ടാകാനാണ്? ശത്രുവിലും ബന്ധുവിലും സ്വദേഹത്തിലും ഒരേ ആത്മതത്വം ദർശിക്കുന്ന വിവേകിക്ക് കോപം എങ്ങനെയുണ്ടാകാനാണ്? ഒരാൾ തൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവത്തോട് ഒന്നുകൊണ്ടും കോപിക്കാറില്ലല്ലോ. കാമക്രോധാദി വാസനാക്ഷയം തത്വജ്ഞാനത്തിന് കാരണമായി തീരുമെന്ന് പ്രസിദ്ധമാണല്ലോ. വസിഷ്ഠനും രാമനോട് ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ശമദമാദി കൊണ്ട് ജ്ഞാനം വളരുന്നു, ജ്ഞാനം കൊണ്ട് ശമദമാദി പുഷ്ടിപ്പെടുന്നു. താമരയും സരസ്സുമെന്ന പോലെ ഇവ ഇങ്ങനെ പരസ്പരം ആശ്രയിക്കുന്നവയാണ്. ഇതാണ് മനോനാശ വാസനാക്ഷയ തത്വജ്ഞാന സാധനാരഹസ്യം. പൗരുഷവും സാധനസിദ്ധിയും. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.